ഇൻസൈറ്റിൻ്റെ അഥവാ ഉൾക്കാഴ്ചയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഉൾക്കാഴ്ചയിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നതും തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നതും ഒരു കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭവനവും ആ ഭവനത്തിലുള്ള വ്യക്തികളും അവിടെ നടക്കുന്ന ഒരു സംഭവമൊക്കെയാണ്. ഈ ഗ്രാമത്തിൻ്റെ പേര് ബേഥാന്യ എന്നാണ്. യെരുശലേമിൽ നിന്ന് ഏകദേശം 2 മൈലുകൾ ദൂരമേ ഉള്ളൂ ഈ ഗ്രാമത്തിലേക്ക്. ഗ്രാമത്തിന് ബേഥാന്യ എന്ന് പേരുള്ളതുപോലെ ഈ ഭവനത്തിനും ഒരു പേര് വേണമല്ലോ. തൽക്കാലം മാർത്തയുടെ വീട് എന്ന് ഞാനിതിനങ്ങ് പേരിടുകയാണ്. ആ ഭവനത്തിൽ മറിയ, ലാസർ എന്നിങ്ങനെ മറ്റ് 2 പേർ കൂടി ഉണ്ടെന്നിരിക്കെ പിന്നെ എന്തിനാണ് ഞാൻ മാർത്തയുടെ വീട് എന്ന വീടിനെ നാമകരണം ചെയ്യുന്നത്? ഒരല്പം ക്ഷമയോടെ കാത്തിരിക്കുക, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. മാർത്തയുടെ സഹോദരിയാണ് മറിയ. ഈ 2 സഹോദരിമാരും ഇന്ന് തിരക്കിട്ട ചില ജോലികളിലാണ്. എന്തായിരിക്കാം ഈ പതിവില്ലാത്ത തിരക്കിന് കാരണം? അതെ, ബേഥാന്യയിലെ മാർത്തയുടെ ഭവനം ഒരു വിശിഷ്ട അതിഥിയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. അതിഥി ആരാണെന്നറിയണ്ടേ? സാക്ഷാൽ യേശു ക്രിസ്തു. ഈ വീട്ടിൽ 3 പേരാണ് താമസിക്കുന്നത്. മാർത്ത, തൻ്റെ സഹോദരിയായ മറിയ, ഇവരുടെ സഹോദരനായ ലാസർ. പ്രായപൂർത്തിയായ ഈ സഹോദരങ്ങളിൽ മാർത്തയായിരിക്കാം മറ്റു 2 പേരേക്കാൾ പ്രായത്തിൽ മൂത്തയാൾ എന്ന് അനുമാനിക്കുന്നു. ബേഥാന്യയിലെ മാർത്തയുടെ ഭവനവുമായി യേശുവിന് വളരെ ഊഷ്മളമായതും ഇഴയടുപ്പമുള്ളതുമായ ഒരു ബന്ധമുണ്ട്. യേശുവിൻ്റെ യഹൂദിയിലെ ശുശ്രൂഷകൾ പലപ്പോഴും എളുപ്പമായിരുന്നില്ലെന്ന് മാത്രമല്ല, കഠിനവുമായിരുന്നു. കാരണം അത്രയേറെ എതിർപ്പുകളും ശത്രുതയുമൊക്കെ യേശുവിന് പലപ്പോഴും അവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും യേശുവിനെ തിരസ്കരിച്ചപ്പോഴും മാർത്തയുടെ ഭവനത്തിൻ്റെ വാതിലുകളും അവരുടെ മനസ്സും യേശുവിന് മുമ്പാകെ എപ്പോഴും തുറന്നു കിടന്നിരുന്നു. ആ വീട്ടിലെ സമാധാനവും അവർ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹവും യേശുവിന് വലിയ ഒരാശ്വാസമായിരുന്നു. ബേഥാന്യയിലെ മാർത്തയുടെ ഭവനത്തിലേക്ക് എന്തായാലും യേശു ഒറ്റയ്ക്കല്ല വരുന്നത്. യേശുവിനോടൊപ്പം ശിഷ്യന്മാരുമുണ്ട്. ശിഷ്യന്മാരെല്ലാവരും ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. യേശുവിൻ്റെ കാലത്തൊക്കെ അതിഥികളെ സ്വീകരിക്കുന്നതിനും സൽക്കരിക്കുന്നതിനും വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ഒരതിഥി ഭവനത്തിലേക്ക് വരികയാണെങ്കിൽ ആ അതിഥിയെ ചുംബിച്ച് സ്വീകരിക്കണം, ചെരുപ്പഴിച്ചു മാറ്റണം, കാലുകൾ കഴുകണം, പിന്നെ ഹൃദ്യമായ സുഗന്ധം വരുത്തുന്ന തൈലം അതിഥിയുടെ ശിരസിൽ പൂശണം. അതിഥിക്ക് താമസവും ഭക്ഷണവും അടക്കം എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കി ഒരു കുറവും വരാതെ നോക്കേണ്ടത് ആതിഥേയൻ്റെ കടമയാണ്. ആതിഥേയ മര്യാദകൾക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളൊരു കാലത്ത് യേശുവിനെ പോലെ തലയെടുപ്പുള്ളൊരു വിശിഷ്ടാതിഥി ഒറ്റയ്ക്കൊരു വീട്ടിലേക്ക് വന്നാൽ പോലും വേണ്ട വിധം പരിചരിക്കുക എന്നത് എളുപ്പമല്ല. അങ്ങനെയിരിക്കെ യേശുവിനോടൊപ്പം തൻ്റെ ശിഷ്യന്മാരുമുണ്ടെങ്കിൽ വിരുന്നൊരുക്കുന്ന മാർത്തയുടെ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം എത്ര വലുതാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ബേഥാന്യയിലുള്ള ഈ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചത് മാർത്തയാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ ഉപചാരപൂർവ്വം സ്വീകരിച്ചാനയിക്കേണ്ടത് ആ ഭവനത്തിൽ മറ്റാരേക്കാളും മാർത്തയുടെ ഉത്തരവാദിത്തമാണ്. നിന്ന് തിരിയാൻ സമയമില്ലാതെ മാർത്ത ഇപ്പോൾ ജോലി തിരക്കിൽ മുഴുകിയിരിക്കുകയാണ്. ഇവിടെ ആശ്വാസകരമായൊരു കാര്യമുള്ളത്, ജോലി കാര്യങ്ങളിൽ മാർത്തയെ സഹായിക്കുവാൻ അവളുടെ സഹോദരിയായ മറിയയും ഒപ്പത്തിനൊപ്പമുണ്ട്. പെട്ടെന്ന് അന്തരീക്ഷം മാറുകയാണ്. യേശു എത്തിച്ചേർന്നിരിക്കുന്നു. ഭവനത്തിലുള്ള എല്ലാവരെയും വന്ദനം ചെയ്തിട്ട് യേശു തനിക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനായി. ഇവിടെ മുതൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ജോലി കാര്യങ്ങളിൽ മാർത്തയെ തനിച്ചാക്കിയിട്ട് മറിയ യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ ഇരിപ്പുറപ്പിച്ചു. കേൾവിക്കാരുള്ളിടത്തൊക്കെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ യേശു അങ്ങേയറ്റം ശ്രദ്ധ വച്ചിരുന്നു. തൻ്റെ കാൽച്ചുവട്ടിൽ വന്നിരുന്ന നിത്യജീവൻ്റെ മൊഴികൾ ശ്രവിച്ച മറിയയെ യേശു വിലക്കിയില്ല എന്നിവിടെ എടുത്തു പറയുവാൻ കാരണമുണ്ട്. അന്നൊക്കെ സ്ത്രീകൾക്ക് ഇതുപോലെ ഗുരുക്കന്മാരുടെയോ മതനേതാക്കളുടെയോ ഒന്നും മുൻപിൽ വന്നിരുന്ന് വേദപഠനമൊന്നും നടത്തുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ യേശു അന്നത്തെ മതനേതാക്കളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിരുന്നു. തൻ്റെ മുമ്പിൽ വരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോലും താൻ ചേർത്ത് പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും അറിവുകൾ പകർന്നു നൽകുകയും ചെയ്തിരുന്നു. മറിയ സാഹചര്യങ്ങളെല്ലാം മറന്ന് വലിയ ഉത്സാഹത്തോടെ യേശുവിൻ്റെ കാൽക്കലിരുന്ന് ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുകയാണ്. എന്നാൽ മാർത്ത ഇപ്പോൾ വലിയ ആത്മസംഘർഷത്തിലാണ്. തൻ്റെ ഭവനത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു VVIP എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരും. തീർന്നില്ല, തന്നോടൊപ്പം വേറെയും അതിഥികളുണ്ട്.
എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കിയാലാണ്, എത്ര കൂട്ടം കാര്യങ്ങൾ ക്രമീകരിച്ചാലാണ്? മാനസിക സമ്മർദ്ദം കൊണ്ട് മാർത്തയുടെ ഹൃദയമിടിപ്പിൻ്റെ താളം വർദ്ധിച്ചു വരികയാണ്. അതിഥികളിരിക്കുന്ന മുറിയിലൂടെ ഓരോ കാര്യത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ നടക്കുമ്പോഴൊക്കെ യേശുവിൻ്റെ കാൽക്കലിരിക്കുന്ന മറിയെ അവൾക്ക് കാണാം. തന്നെ ഒന്ന് സഹായിക്കണമെന്ന ചിന്ത പോലും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടില്ലേ? മാർത്തയുടെ മുഖം ഒന്ന് വലിഞ്ഞ് മുറുകിയോ? ഉള്ളിലുള്ള നീരസം ഒരു ദീർഘനിശ്വാസമായി വെളിയിലേക്ക് വന്നുവോ? കോപാഗ്നിയിൽ ദഹിച്ചു പോകും വിധം മാർത്ത മറിയെ രൂക്ഷമായൊന്ന് നോക്കിയോ? ഒരു വേള മാർത്ത അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പോലും അവളെ കുറ്റം പറയാൻ ഒക്കുമോ? ഇത്രയധികം ജോലി ഒരാൾ ഒറ്റയ്ക്കെങ്ങനെ ചെയ്തു തീർക്കാനാണ്? പറയാതെ ഉള്ളിലൊതുക്കുവാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വന്നപ്പോൾ അവൾ നേരിട്ട് യേശുവിൻ്റെ അരികിലെത്തി. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ അങ്ങയ്ക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. എന്നാൽ മാർത്തയുടെ വാക്കുകളോടുള്ള യേശുവിൻ്റെ പ്രതികരണം അവളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിട്ടുണ്ടാവണം. അതിനോട് ചേർത്തൊരു കാര്യം പറയട്ടെ. യേശുവിൻ്റെ മറുപടി മാർത്തയെ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും ആ തിരുവെഴുത്തുകൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഏതൊരു വായനക്കാരനെയും അത് അതിശയിപ്പിച്ചിട്ടുണ്ടാവും. യേശുവിൻ്റെ മറുപടി ഇതാണ്: മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. എന്തായിരുന്നു യേശു പറഞ്ഞ ഈ വാക്കുകളുടെ അർത്ഥം? ദൈവിക കാര്യങ്ങളെക്കാൾ അഥവാ ആത്മീക കാര്യങ്ങളെക്കാൾ ജീവിത കാര്യാദികൾക്ക് മാർത്ത മുൻതൂക്കം നൽകിയെന്ന് യേശു അവളെ കുറ്റപ്പെടുത്തുകയായിരുന്നോ? വിരുന്നൊരുക്കുവാൻ മാർത്ത ചെയ്ത കഠിനാധ്വാനം അത്രയും നിസ്സാരമായി യേശു കാണുകയായിരുന്നോ? ഇല്ല, ഒരിക്കലും യേശു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുകൂടിയില്ല. വിരുന്നൊരുക്കലിന് പിന്നിലുള്ള മാർത്തയുടെ ആത്മാർത്ഥത യേശുവിന് നന്നായി അറിയാമായിരുന്നു. വിഭവസമൃദ്ധമായ വിരുന്നുകൾ തെറ്റാണെന്ന് യേശു പറഞ്ഞിട്ടില്ല. ഈ സംഭവത്തിന് കുറച്ച് നാൾ മുമ്പ് യേശുവിന് വേണ്ടി ഒരുക്കിയ ഒരു വലിയ വിരുന്നിനെക്കുറിച്ച് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. ലേവി തൻ്റെ വീട്ടിൽ യേശുവിന് ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു. അപ്പോൾ യേശു വിരുന്നിനെതിരല്ല എന്നിവിടെ വ്യക്തമാണ്. പിന്നെ മാർത്തയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? മാർത്ത ഒരു വിരുന്നൊരുക്കിയതിലല്ല തെറ്റ് സംഭവിച്ചത്. പിന്നെയോ, അവളുടെ മുൻഗണനകൾ മാറിപ്പോയതുകൊണ്ടാണ് യേശുവിന് ഇങ്ങനെ പറയേണ്ടി വന്നത്. വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കുന്നതിലായിരുന്നു മാർത്തയുടെ മുഴുവൻ ശ്രദ്ധയും. എന്നാൽ അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൾ പാടെ മറന്നുപോയി. എന്തായിരുന്നു മാർത്ത മറന്നുപോയ ആ അതിമഹത്തായ കാര്യം? ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കിക്കേ. മാർത്തയുടെ വീട്ടിൽ ഇന്ന് ആരാണ് അതിഥിയായി വന്നിരിക്കുന്നത്? സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു, അഥവാ ലോക രക്ഷകനായ മശിഹ. ദൈവത്തെക്കുറിച്ചുള്ള ഉന്നതമായ വേദസത്യ പൊരുളുകൾ പഠിപ്പിക്കുക എന്നതാണ് യേശുവിൻ്റെ ജീവിത ദർശനവും നിയോഗവും. മാർത്തയുടെ വിരുന്നും അതിനോടനുബന്ധിച്ചുള്ള ആകുലതകളുമൊന്നും യേശുവിൻ്റെ ആത്മീയ പാഠങ്ങളെക്കാൾ ഒട്ടും പ്രാധാന്യമർഹിക്കുന്നില്ല. യേശുവിൻ്റെ തിരുമുഖത്ത് നിന്ന് നിത്യജീവൻ്റെ മൊഴികൾ നേരിൽ കേൾക്കുവാനും ആത്മാവിൽ ശക്തിപ്പെടുവാനും പുതുക്കം പ്രാപിക്കുവാനും മാർത്തയ്ക്ക് സ്വന്തം ഭവനത്തിൽ ലഭിച്ച അത്യപൂർവമായ അവസരത്തെ അവൾ പാഴാക്കി കളയുന്നതിൽ യേശുവിന് അല്പമല്ലാത്ത അസംതൃപ്തി തോന്നി. പക്ഷേ യേശു മാർത്തയെ ഒന്നിനും നിർബന്ധിച്ചില്ല. തീരുമാനമെടുക്കുവാൻ യേശു അവളെ അവളുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും വിട്ടു. എന്നാൽ മറിയെ അടുക്കളയിലേക്ക് വിടുവാനുള്ള മാർത്തയുടെ ആവശ്യം യേശു അംഗീകരിച്ചാൽ യേശുവിൽ നിന്ന് പഠിക്കുവാനുള്ള അവസരം മറിയയ്ക്കും കൂടെ നഷ്ടപ്പെടും. അത് യേശു അനുവദിച്ചു കൊടുത്തില്ല. അത്രയേ ഇവിടെ സംഭവിച്ചുള്ളൂ. വളരെ സ്നേഹത്തോടെ യേശു മാർത്തയെ തിരുത്തി. മാർത്തയെ, മാർത്തയെ എന്ന് 2 തവണ യേശു സൗമ്യമായി അവളെ വിളിച്ചു. അവളുടെ ചൂട് പിടിച്ച മനസ്സിനെ ഒന്ന് തണുപ്പിക്കുവാൻ യേശു ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. യേശു ഉദ്ദേശിച്ചത് ഇതാണ്: മാർത്തയെ, അപ്രധാനമായ കാര്യങ്ങളെ ചൊല്ലി എന്തിനാണ് നീ ഇങ്ങനെ വിചാരപ്പെടുകയും മനം കലങ്ങുകയും ചെയ്യുന്നത്? നിങ്ങളിൽ നിന്ന് യാതൊരുവിധ മുതൽ മുടക്കും ആവശ്യപ്പെടാതെ ഈ ഭവനത്തിൽ ഒരാത്മീയ വിരുന്നൊരുക്കുവാനാണ് ഇതാ ഞാനിവിടെ വന്നിരിക്കുന്നത്. തൊട്ടു മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ ആത്മീയ വിരുന്നിന് ഭംഗം വരാത്ത വിധം 1-2 കൂട്ടം വിഭവങ്ങൾ ചേർത്തുള്ള ഒരു ലഘുവായ അഥവാ ലളിതമായ ഭക്ഷണം പോരെ.
ഇതായിരുന്നു യേശുവിൻ്റെ വാക്കുകളുടെ പൊരുൾ. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ഭൗതികമായ കാര്യങ്ങളിൽ ഒന്ന് ചുരുങ്ങാൻ നാം തയ്യാറായാൽ ആ സമയവും മറ്റും ഉപയോഗിച്ച് ആത്മീയമായി നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ആ വാക്കുകളുടെ ലളിതമായ അർത്ഥവും വ്യാഖ്യാനവും. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. മാർത്ത ശ്രദ്ധിച്ചത് ശരീരത്തിനാവശ്യമായ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആത്മാവിൻ്റെ പരിപോഷണത്തിലാണ്. ദൃശ്യമായതിനേക്കാൾ അദൃശ്യവും ഭൗതികമായതിനേക്കാൾ ആത്മീയവും എന്തുകൊണ്ടും മികച്ചതാണ് അഥവാ നല്ലതാണ്. അതുകൊണ്ടാണ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത്. മാർത്ത ശരീരത്തിൻ്റെ പരിപോഷണത്തിലാണ് ശ്രദ്ധ ചെലുത്തിയതെന്ന് നാം കണ്ടു. ശരീരത്തെ എത്ര പരിരക്ഷിച്ചാലും പരിപോഷിപ്പിച്ചാലും എത്ര പുഷ്ടിപ്പെടുത്തിയാലും അതിൻ്റെ കരുത്തും ബലവും ആരോഗ്യവും യൗവനവും സൗന്ദര്യവും ഒക്കെ രോഗം, വാർദ്ധക്യം, മരണം ഇവയിലൂടെയൊക്കെ അപഹരിക്കപ്പെടും. എന്നാൽ മറിയയുടെ നിക്ഷേപവും തിരഞ്ഞെടുപ്പും ആത്മാവുമായി ബന്ധപ്പെട്ട ഉന്നതമായ കാര്യങ്ങളിലാകയാൽ അവ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ അല്ലായികയാൽ, അഥവാ പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിലാകയാൽ ആർക്കും അവളിൽ നിന്ന് അപഹരിക്കുവാൻ കഴിയില്ല. ഒരു ചെറിയ ചിന്തയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മാർത്തയും മറിയയും യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന രണ്ട് സഹോദരിമാരായിരുന്നു ഇവർ. എന്നാൽ ഇന്നത്തെ അർത്ഥത്തിൽ അവർ രണ്ട് വിഭാഗങ്ങളാണ്, അഥവാ രണ്ട് മനോഭാവങ്ങളാണ്. നാം ഓരോരുത്തരും അതിലേത് വിഭാഗത്തിൽ പെടും? മാർത്ത എന്ന വിഭാഗത്തിലോ അതാ മറിയ എന്ന വിഭാഗത്തിലോ? നാം ഏത് അംശം തിരഞ്ഞെടുക്കും? ഭൗതിക മണ്ഡലത്തിലെ തിരക്കുകളും ഉപജീവന ചിന്തകളും നമ്മുടെ ആത്മീയ ജീവിതത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഭൗതികമായ വിഷയങ്ങളിൽ ഒരല്പമൊന്ന് ചുരുങ്ങിയിട്ട് ആത്മീയമായ ഉന്നമനത്തിനായി അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി എന്ന യേശുവിൻ്റെ വാക്കുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയുമോ? അതിനാവശ്യമായ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയുടെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇതോട് ചേർത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ സന്ദേശത്തിൻ്റെ തുടക്കം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ മുതൽ മാർത്തയ്ക്ക് മറിയേക്കാൾ ഒരല്പം മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഞാൻ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറിയത്. ബേഥാനിയിലെ ഭവനത്തെ പോലും മാർത്തയുടെ ഭവനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാം പറയുന്ന കേൾക്കുന്ന എല്ലാ കഥകളുടെയും അകത്ത് നാം പറയാത്ത കേൾക്കാത്ത മറ്റൊരു കഥയുണ്ട്. ബേഥാനിയിലെ മാർത്തയുടെ ഭവനവുമായി ബന്ധപ്പെട്ടും ഒരു കാണാപ്പുറമുണ്ട്. ഇൻസൈറ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ ആ അൺടോൾഡ് സ്റ്റോറിയുമായി നമുക്ക് വേഗത്തിൽ കൂടി വരുവാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.